Praise the Lord. Praise the Lord. Praise the Lord. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the holy name of Jesus be glorified this morning. ഒരു പ്രാവശ്യം കൂടെ വിശുദ്ധ ആലയത്തിൽ സവായകമായി കടന്നു വരുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യും. I praise the Lord for yet another opportunity that we could come together in the sanctuary for worship service. ഇന്ന് പകൽ ഈ പ്രത്യേക ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. And we greet you, we bring you Christian greetings, everyone who is joining us today for this service. എസ്പെഷ്യലി നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ ബാപ്റ്റിസവുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളെ വാച്ച് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. And in relation to the baptism of our two young children here, those who are joining us online from different parts of the world, we want to bring you greetings as well. പ്രിയ അനുവിൻ്റെ ഫ്രണ്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ഞാൻ നിങ്ങളെ ഗ്രീറ്റ് ചെയ്യുന്നു. Our little Anu's friend is watching us or joining us. We welcome you, sister. പ്രിയ അനുവിൻ്റെ മാതാപിതാക്കൾ സൂമിലൂടെ നമ്മളെ വാച്ച് ചെയ്യുന്നു. നിങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. And Anu's parents are joining us online from Delhi. We greet you, Uncle and Auntie. ഞങ്ങളുടെ പ്രിയ കുഞ്ഞ് ഫെയ്ത്തുമായി ബന്ധപ്പെട്ട് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ സഹോദരങ്ങളൊക്കെ വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ ഇത് വാച്ച് ചെയ്യുന്നു. നിങ്ങളെയും ഞങ്ങൾ വന്ദനം ചെയ്യുകയാണ്. And our parents are joining us online and we greet you. ദൈവം നിങ്ങളെല്ലാവരെയും ഈ പകൽ അനുഗ്രഹിക്കട്ടെ. May God bless you all this morning. ഇന്ന് പകൽ ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കുമ്പോൾ ബാപ്റ്റിസവുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ കഴിഞ്ഞ ഫ്രൈഡേയിൽ കുഞ്ഞുങ്ങൾക്ക് എടുക്കുവാനായി ഇടയായി തീർന്നു. Last Friday we had special class in relation to the baptism, especially for the two children. അത് കഴിഞ്ഞ് അവരുമായി ഏകദേശം 2 മണിക്കൂറോളം കൗൺസിൽ ചെയ്യുവാനും അവരുടെ മനസ്സിലെ കർത്താവിനെക്കുറിച്ചുള്ള അറിവുകൾ മനസ്സിലാക്കുവാനും അധികമായി അതിനെക്കുറിച്ച് പങ്കുവയ്ക്കുവാനുമായി എനിക്കിടയായി തീർന്നു. I was able to spend a special time with them, couple of hours with each of them, to know more about their understanding of the Lord and this holy sacrament, and I had that privilege. എന്നാൽ ഇന്ന് പകൽ അടുത്ത 35 മിനിറ്റുകൾ ദൈവജനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരോടും സ്നാനപ്പെട്ടവരോടും ഇനി പെടാനായിട്ട് ആഗ്രഹിക്കുന്നവരോടുമുള്ള ഒരു ദൈവിക ദൂതാണ് നിങ്ങളുമായി ഞാൻ കൈകാര്യം ചെയ്യുവാനായി ആഗ്രഹിക്കുന്നു. But I want to share with you for the next 35 minutes in relation to the baptism from the word of God, not only to them but to the whole congregation. അപ്പോസ്തലനായ പൗലോസ് ഉലകത്തിലുള്ള സകല മാനവരാശിയോടും ചോദിക്കുന്ന ഒരു ചോദ്യം, പ്രത്യുത വിശ്വാസ സമൂഹത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രാഥമ വാക്യമായി എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. And a question that Apostle Paul asked to the whole world, that is what I want to read as a key word. എസ്പെഷ്യലി വിശ്വാസികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. Especially it's a question to the believers community. റോമാലേഖനം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം ആദ്യമായി വായിച്ചിട്ട് verse 3. അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ചില ചിന്തകൾ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ ശാന്തമായി ഒരു ക്ലാസ് എന്ന രൂപേണ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ ആഗ്രഹം നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കണം, അവസാനമായി അതിനുമുമ്പിൽ സമർപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളിൽ ആഗ്രഹിക്കുകയാണ്. And as I'm going to share, from this word of God from verses 1 through 13, I want you to pay attention to me and come to a submission at the end of the sermon. എല്ലാവരോടും ചോദിക്കുന്നൊരു ചോദ്യം, വിശേഷാൽ വിശ്വാസ സമൂഹത്തോട് സ്നാനപ്പെട്ടവരോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? യു നോ യുവർ പൊസിഷൻ എന്നാണ് ചോദിക്കുന്നത്. So Paul is asking a question to everyone, that do you know your position? അങ്ങനെയെങ്കിൽ സെർമൺ തലവാചകം ഇങ്ങനെ കൊടുക്കുന്നു, നോ യുവർ പൊസിഷൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സ്ഥാനം എന്താണ് എന്ന് നിങ്ങൾ അറിയുക. So I want to give a title like this, know our position in Christ. ഞാൻ വാക്യങ്ങളൊക്കെ വായിപ്പിക്കാതെ ചില മുഖവുകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. Without reading many verses, I want to bring you to the introduction. റോമാലേഖനം ക്രിസ്തീയത്തിന്റെ വിജ്ഞാപന പത്രമാണ്. ദ മാനിഫെസ്റ്റോ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്നാണ് റോമാലേഖനത്തെ കുറിച്ച് പറയുന്നത്. Book of Romans is known as the manifesto of Christian life. ഒന്നും കൂടെ അതിനെ പാരഫ്രൈസ് ചെയ്ത് പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ പറ്റും, യേശു ക്രിസ്തുവിലൂടെ ഉള്ള
മാനവകുലത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ മാനിഫെസ്റ്റോയാണത്. So it is the declaration or the manifesto of man's freedom through God's Son Jesus Christ. ഈ ലേഖനത്തിന് സ്കോളേഴ്സ് വിളിക്കുന്ന ഒരു പദമുണ്ട്, ദി കോർട്ട് എപ്പിസ്റ്റൽ എന്നാണ്, കോടതി ലേഖനം എന്നാണ് പറയുന്നത്. The scholars call this book of Romans as the court epistle. കോർട്ട് കാണാത്തവരുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കാം. No, maybe you all have seen the court at least once. ഒരു കോർട്ട് റൂം ഇങ്ങനെ ഇരിക്കും. A courtroom will be like that if you haven't seen in the picture. അതിനകത്ത് പ്രധാനപ്പെട്ട സീറ്റിൽ ഒരു ജഡ്ജി ഉണ്ടായിരിക്കും. So in that main desk there would be the judge. വാദിക്കും പ്രതിക്കും വാദിക്കാൻ വേണ്ടി അറ്റോർണിമാരുണ്ടായിരിക്കും. And നിങ്ങൾക്ക് so മനസ്സിലായോ? the both parties will have their own attorneys. To plead the case. ആമേൻ. എന്നെ ശ്രദ്ധിക്കണമേ, ഈ കോർട്ടിലെ കേസുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് അതിനുമായി ബന്ധപ്പെട്ട ആൾക്കാർ അവിടെ ഓഡിയൻസ് ആയി ഉണ്ടായിരിക്കും. But there will be audience there too who are interested in this case. റോമാലേഖനം 1:18 നമ്മുടെ ദൈവത്തെ ആ ജഡ്ജ്മെന്റ് സീറ്റിൽ പൗലോസ് പിടിച്ചിരുത്തുന്നു. And in Romans chapter 1 verse 18 we can see God in that judgment seat as described by Paul. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല ഭക്തിക്കും അനീതിക്കുമെതിരെ, ഒറ്റവാക്കിൽ പാപത്തിനെതിരെ, against sin, ദൈവത്തിന്റെ കോപം, ക്രോധം മുഴുത്ത അല്ലെങ്കിൽ ദേഷ്യമുള്ള ക്രോധമുള്ള ഒരു സ്വർഗത്തെ ദൈവത്തെ വെളിപ്പെടുത്തുന്നു. You can see a God who is full of wrath in that judgment seat. ആ കോർട്ട് റൂമിൽ ജഡ്ജ്മെന്റ് സീറ്റിൽ ഇരിക്കുന്ന ജഡ്ജിയുടെ ഒരു പ്രത്യേകത, തെറ്റിനെതിരെ ദേഷ്യമുള്ള ഒരു ജഡ്ജി. So a judge who is against sin or against wrongdoings. ഇനി ഒരു കോടതിയിൽ വക്കീലിന്റെ കോട്ട് ഇട്ടുകൊണ്ട് പൗലോസ് ആ കോർട്ട് റൂമിലേക്ക് പ്രവേശിക്കുകയാണ്. And Paul comes into this courtroom with like an attorney. ഉലകത്തിലെ സകല മനുഷ്യരെയും 4 ഗ്രൂപ്പാക്കി പൗലോസ് തിരിക്കുന്നു. And Paul divides the whole world into 4 different groups. ഓരോ ഗ്രൂപ്പ് പീപ്പിളിനെയും പൗലോസ് കോടതിയിലേക്ക് വിളിക്കുന്നു. And Paul calls each one of them. എല്ലാ ഗ്രൂപ്പിലെ പീപ്പിളിനോടും അവരുടെ ചാർജ് ഷീറ്റ്, അവരുടെ കുറ്റങ്ങൾ ഇങ്ങനെ 1 ആയി പറഞ്ഞിട്ട് ചാർജ് ഷീറ്റ് കൊടുത്ത് അവരെ പുറത്തേക്ക് ഇറക്കി വിടുന്നു. And they are given their charge sheet of their wrongdoings or their sins. ഒന്നാമത്തെ ഗ്രൂപ്പ് നോക്കൂ നിങ്ങൾ. ഈ 4 ഗ്രൂപ്പിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ നമ്മളുണ്ട്. So we would belong to any of these 4 groups. വ്യത്യസ്ത മാധ്യമങ്ങളുടെ ചെക്ക് ചെയ്യുന്ന നിങ്ങളുമുണ്ട് ആ ഗ്രൂപ്പിൽ, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ. And if you would pay attention, you can find yourself in one of those groups. ഒന്നാമത്തെ ഗ്രൂപ്പ് 1-ാം അധ്യായം 19-ാമത്തെ വാക്യം മുതൽ 1-ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യം വരെയാണ് ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ ആൾക്കാർ. And you can see in chapter 1 verse 19 through the end of that chapter, you can see the first group of people. ഒന്നാമത്തെ ഗ്രൂപ്പിനെ പൗലോസ് വിളിക്കുന്നു ജെന്റൈൽസ്, ജാതികൾ. So they are described as Gentiles by Paul. ആ ജാതികൾക്ക് അവരുടെ തെറ്റുകളെ കുറിച്ചുള്ള ഒരു അവബോധനം അവിടെ നൽകുകയാണ്. And they are given a description about their wrongdoings. 4 ഗ്രൂപ്പിനെ അടുത്ത സ്ലൈഡ് ഇട്ടേ കുഞ്ഞെ, ശ്രദ്ധിച്ചിരിക്കുക. 4 ഗ്രൂപ്പിനെ ഒന്നാമത്തെ ഗ്രൂപ്പ് ജെന്റൈൽസ് എന്ന് പറയും. And the first group is Gentiles. ആ ജെന്റൈൽസിൽ നമ്മളെല്ലാവരും ഉണ്ട്. And we are all there. നമ്മളെല്ലാവരും ഉണ്ട്. അവരെ തെറ്റുകളെ കുറിച്ച് 1 by 1 ആയിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. And if you read that portion, you can see their the charges against them. Praise the Lord. Praise the Lord. ആ കുറ്റങ്ങളൊക്കെ നിങ്ങൾ അസൈൻമെന്റ് ആയി വീട്ടിൽ പോയി വായിക്കണം. And you should go home and read that. അതിലേതെങ്കിലും ഒരു പാപത്തിന്റെ അടിമയായിരുന്നു അല്ലെങ്കിൽ ഇന്നാണ്. Now if you would pay attention, you can see yourself under any of those charges. കോർട്ടിലേക്ക് കൊണ്ടുവന്നു. And they are brought to the court. അവരെ നിരത്തി അങ്ങോട്ട് നിർത്തി. And they are made stand there. അവരെ കുറ്റങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു. Their charges are given to them. അവസാനം ഞാൻ കോർട്ടിൽ ഒത്തിരി കേസുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. എനിക്കറിയാം. ചാർജ് ഷീറ്റ് 1 by 1 ആയി എഴുതി അവസാനം ഒരു ലോ എഴുതും. ഞാൻ ഉദാഹരണം പറയാം. IPC 101
മുഖാന്തരം ഇന്ന് ലോ പ്രകാരം താൻ തെറ്റുകാരനാണ്, അതിൻ്റെ പണിഷ്മെൻറ്റ് ഇന്നതാണ് എന്നെഴുതി വേർഡിക്റ്റും കൊടുത്ത് കയ്യിലിറക്കി അങ്ങ് വിടും. So they'll be given, the declaration of their charge, and they'll be given the penalty and will be sent out. രണ്ടാമത്തെ ഗ്രൂപ്പ്, The second group, ഒന്നാം ഗ്രൂപ്പ് Gentiles. ജെൻറ്റൈൽസ്, അതിനകത്ത് നമ്മളുണ്ട്. So we belong to Gentiles. ഞാൻ പാപത്തിലെ ലിസ്റ്റുകൾ അവരെ ചാർജ് ഷീറ്റിൽ എഴുതിയൊക്കെ ഒന്നും വായിപ്പിക്കുന്നില്ല, നിങ്ങൾ വായിക്കണം. രണ്ടാമത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ 1 മുതൽ 11 വരെ വാക്യങ്ങളിൽ സ്വയം നീതിക്കാർ എന്ന് പറഞ്ഞാൽ സ്വയം നീതിക്കാർ എന്ന് So the പറയും. second group is self-righteous people, meaning ഞങ്ങൾ വിശുദ്ധരാണ്, so they say themselves, we are innocent, പാപമൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല, we don't sin, ഞങ്ങൾ ആരെയും പിടിച്ചു പറിക്കുന്നില്ല, we don't rob. അതുകൊണ്ട് ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ദൈവം യോഗ്യനാണ്, ഞങ്ങളല്ല ദൈവം യോഗ്യനാണ്. So they would say that, we are worthy to call, to go to heaven. ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകണം. So they want to go to heaven. അതിന്റെ റീസൺ ഞങ്ങൾ ഈ ചെയ്യുന്ന സ്വയം പ്രവൃത്തി, നല്ല പ്രവൃത്തികൾ കൊണ്ടാണ് And they find the reason that they are doing righteous എന്ന് deeds. വാദിക്കുന്ന ഒരു കൂട്ടം ജനം. So people, who say that, we should go to heaven because of our works. അവരോട് പറയുന്ന ഒരു കാര്യം 2:4 നോക്കൂ. In chapter 2 verse 4, this is നിങ്ങൾ what told എല്ലാം them. ചെയ്യുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, And you are doing everything right. പക്ഷെ മാനസാന്തരത്തിലേക്ക് നടത്തുന്ന ദൈവത്തിന്റെ ക്ഷമയും ഐശ്വര്യങ്ങളെയും നിങ്ങൾ നിരസിച്ചു കളയുന്നു. But it is said that you are not paying attention that God's kindness leads you toward repentance. അതുകൊണ്ട് നിങ്ങൾ എന്താണ്? So because of that കുറ്റക്കാരാണ്. reason, they will be found guilty. അവരുടെയും ചാർജ് ഷീറ്റ് എഴുതി അവരെ കൈ കൊടുത്തു, കോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. And they are also given, their charge sheet and will be sent out. മൂന്നാമത്തെ കൂട്ടർ, The third group, രണ്ടാമത്തെ അധ്യായം 12 മുതൽ വാക്യങ്ങൾ വായിക്കാം. chapter 2 verse 12 onwards. Those who without the law, ഇതുവരെ ന്യായപ്രമാണമോ ദൈവവചനമോ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത നമ്മുടെ ഭാഷയിൽ ബർബരന്മാരെന്നൊക്കെ പറയും, ആ കൂട്ടരെ കൊണ്ടുവന്നു. So the third group is the people who has never come to realize the law of the God. അവരെ കൊണ്ടുവന്ന് കോർട്ടിലേക്ക് നിർത്തി. And they are also brought to the court. അവരെന്തായിരിക്കും പറയുന്നത്? And what would they say? ഞങ്ങൾ ഈ IPC 101 IPC 102 ഒന്നും കണ്ടിട്ടില്ല, ഞങ്ങൾ ഈ നിയമമൊന്നും കണ്ടിട്ടില്ല. And they would say that we have no idea what you are talking about. We have not known any of these ഞങ്ങൾക്ക് ഈ things. വചനം അറിയത്തില്ല, We don't know the word of God. ഞങ്ങൾക്ക് വചനത്തിനെ കുറിച്ച് കേട്ടിട്ടില്ല. And we have not heard about this God. അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. This അതിന്റെ is what they are told. അതിന്റെ 15ാമത്തെ വാക്യത്തിലുണ്ട്. 15ാമത്തെ വാക്യത്തിൽ In verse 15 we read, നിങ്ങളുടെ കോൺഷ്യസ് മനസാക്ഷി വെച്ച് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യും? വിധിക്കും. because their conscience is also bearing witness, they will be judged according to their conscience. നിങ്ങൾ ദയവായി നിങ്ങൾ വീട്ടിൽ പോയി ഭാഗങ്ങൾ പഠിക്കാൻ വേണ്ടി വായിക്കണമേ. And if you would go home and read in order to study this, you would better understand this. അവർക്ക് മനസ്സിലായി അവരും ആരാണ്? സിന്നേഴ്സ് ആണ്. ഗിൽറ്റി അവർക്ക് ഫീൽ ചെയ്തു. So when they are judged according to their conscience, they would be found guilty too. അവരുടെയും ചാർജ് ഷീറ്റ് കൊടുത്ത് പുറത്തേക്ക് ഇറക്കി വിട്ടു. And they are given charge sheet. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ജാതിയെ കോർട്ടിലേക്ക് കൊണ്ടുവരികയാണ്. കോർട്ട് റൂം കാണിച്ച് കോർട്ടിലേക്ക് കൊണ്ടുവരികയാണ്. And the greatest nation of in this world is brought to that court. ആരാണ് ഈ ഏറ്റവും വലിയ ജാതി എന്ന് പറയുന്നത്? So who is this greatest nation? പറയാൻ ഉണ്ടാമാർക്കെങ്കിലും? യഹൂദന്മാരെയാണ്. So Jews are the greatest nation according to the Bible. യഹൂദന്മാരെ കോർട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് 3ാമത്തെ അധ്യായത്തിൽ, In chapter 3, when Jews are brought to the court, 2ാമത്തെ അധ്യായത്തിന്റെ 17 വാക്യങ്ങളിൽ യഹൂദന്മാർ സ്വയമായി ബോസ്റ്റ് ചെയ്യുന്ന, ഞങ്ങളെ എന്തുകൊണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോകണം എന്ന് അവർ വാദിക്കുന്ന, അവർ ബോസ്റ്റ് ചെയ്യുന്ന 11 കൂട്ടം കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. So from verse 17 onwards of chapter 2, you can see what the Jews are boasting about, why they are called the own children of God and why they should have heaven. അവർ ബോസ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പൗലോസ് അങ്ങോട്ട് പറയാൻ കാരണം പുള്ളി ആ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. And Paul is describing it very well because he is one among them. തിരിച്ച് 11 ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കുന്നു പൗലോസ്. Paul is asking 11 questions back to them. ചോദിക്കുന്ന 1 by 1 ആയി ചോദിച്ചിട്ട് അവസാനം പുള്ളി തന്നെ പറഞ്ഞു, നമ്മൾ യഹൂദന്മാർ പാപികളാണ്. So after putting all these arguments back and forth, Paul comes to a realization that the Jews will be found guilty as well. ഒന്നാമത്തെ ഗ്രൂപ്പ് Gentiles, സ്വയം നീതിക്കാർ. self-righteous people. അടുത്തത് ഇതുവരെ നിയമം വചനം കേട്ടിട്ടില്ലാത്തവർ. Those without the law. ഏറ്റവും വലിയ ജാതി എന്നറിയപ്പെട്ട യഹൂദന്മാർ. And the Jews. 4 പേരെയും കോർട്ടിൽ കൊണ്ടുവന്നു. And all brought to court. പൗലോസ് അവർക്കെതിരെ ചാർജ് ഷീറ്റ് ഓരോന്നോരോന്നായി പറഞ്ഞു. And they were given their charges. അവസാനം വേർഡിക്റ്റ് പറയുകയാണ് 3:23.
And in chapter 3, verse 23, you can see the final verdict there. എന്താണ് വേർഡിക്റ്റ്? 3:23 ഉറക്കെ വായിക്കുമോ? 4 ഗ്രൂപ്പുകാരെയും കോടതി കൊണ്ടുവന്ന് 3-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പുള്ളി ഇങ്ങനെ പറയും, 3:9 ഇങ്ങനെ പറയുന്നു, നമ്മളെല്ലാവരും പാപികളാണെന്ന് ഞാൻ തെളിയിച്ചല്ലോ. And Paul is saying that, I proved that we are all under sin. നമ്മളെല്ലാം പാപത്തിന്റെ കീഴിലാണെന്ന് ഞാൻ തെളിയിച്ചല്ലോ, കോർട്ടിൽ തെളിയിച്ചല്ലോ. And Paul is telling that, I proved to you that, we are all sinners. എന്നിട്ട് അവസാനം വേർഡിക്റ്റ് പുള്ളി പറഞ്ഞു. And the verdict is like this. എന്താണെന്നറിയാമോ? നമ്മളെല്ലാവരും ചേർന്ന് പറഞ്ഞാട്ട്, നമ്മളെല്ലാവരും മാനവകുലം പാപികളാണ്. So the humankind are all sinners. പാപികളാണെന്ന് പറഞ്ഞിട്ട് ആ ചാർജ് ഷീറ്റിന്റെ അവസാനം പാപികളാണെങ്കിൽ അതിനെന്തുണ്ട്? പാപിയാണെങ്കിൽ എന്തുണ്ട്? Shisha. കോർട്ടിൽ തെറ്റ് ചെയ്തെങ്കിൽ കോർട്ടിലെ ജഡ്ജി എന്ത് ചെയ്യും? So if you are, guilty, then you will be given punishment by the judge. 3:23 വേർഡിക്റ്റ് ആണെങ്കിൽ In 3:23, if it is the verdict, 6:23 അതിന്റെ പണിഷ്മെന്റ് ആണ്. 6:23 is where the punishment is declared. കൊടുത്തതായ ചാർജ് ഷീറ്റിന്റെ അവസാനം നിയമം എഴുതി വെച്ച് ഇങ്ങനെ പറഞ്ഞു, ദാ പണിഷ്മെന്റ് ഉണ്ട്. എന്താ പണിഷ്മെന്റ്? Death. ഡെത്ത്. So at the end of the verdict, they come to a conclusion that you will be sentenced to death, or the wages of your sin is death. അപ്പോൾ ഈ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഒരു കോർട്ടിലേക്ക് ഒന്ന് വന്നേ, കോർട്ടിലേക്ക് ഒന്ന് മനസ്സിൽ If കൊണ്ടുവന്നേ. you would follow me to that court. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ എന്തോ ഇരിപ്പുണ്ട്? So everyone has what in their hand? ചാർജ് ഷീറ്റ് ഇരിപ്പുണ്ട്. So they all have their charge sheet in their hand, അവർക്കെതിരെയുള്ള നിയമം എഴുതിയിട്ടുണ്ട്. and the verdict is there, അത് കഴിഞ്ഞ് എൻ്റെ പണിഷ്മെന്റും ഉണ്ട്. and the punishment is there. ഇതെല്ലാം കൂടെ വാങ്ങിച്ചിട്ട് ഇവരെല്ലാവരും ഈ കോർട്ടിന്റെ കോർട്ട് യാർഡിൽ വെളിയിൽ നിൽക്കുക. And they are standing outside or in the courtyard. ഇവരെല്ലാം കോർട്ട് യാർഡിന്റെ പുറത്ത് നിൽക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത എന്തായിരിക്കും? Now what is the first thought that comes to their mind? ശിക്ഷ പറഞ്ഞു, അവരെ കുറ്റം പറഞ്ഞു, നിയമം പറഞ്ഞു, എല്ലാം പറഞ്ഞിട്ട് ഇവരുടെ കയ്യിലിരിക്കുന്ന പേപ്പറും കൊണ്ട് ഇവർ പുറത്ത് നിൽക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ഇവർ ചോദ്യം എന്തായിരിക്കും? What would be their first thought in their പണിഷ്മെന്റ് കിട്ടി, ഡെത്താണ്. എന്താണ്? So punishment is death, nothing simple, but it is death that they are given. What would be they thinking first? ഞാൻ ഇങ്ങനെ കോർട്ടിന്റെ പുറത്തൊക്കെ കുറച്ച് നിന്നിട്ടുണ്ട്, ഇങ്ങനെ ഈ വേടിയിട്ട് കേട്ടിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഒരു ചിന്ത എന്താ? നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ആയിരിക്കില്ല. എൻ്റെ മനസ്സിൽ വന്ന എന്തറി, എങ്ങനെ ഇതിനകത്തുനിന്ന് ഹൗ ഐ ക്യാൻ എസ്കേപ്പ് ഫ്രം ദിസ് വേർഡിക്റ്റ് ഓർ പണിഷ്മെന്റ്. So Right? when you stand like that, I have experience standing there, you would be thinking, how can I escape this? ഇവര് പുറത്ത് കോർട്ട്യാർഡിൽ നിൽക്കുന്ന സെയിം ശിക്ഷ അനുഭവിച്ച ആൾക്കാരുണ്ടെങ്കിൽ, So if there are people who have the similar experience in the courtyard, ഒന്നിച്ചു കൂടും. and they would actually come together. നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? So they will think together, how can we escape this? ഇത് ഹൈക്കോർട്ടാണ് വിധിച്ചേക്കുന്നത്. So this is high court. സുപ്രീം കോടതി പാ. Maybe we can go to Supreme Court with an appeal. വിധിച്ചെങ്കിൽ If it is a Supreme Court with the that judge അവിടെ നിൽക്കുന്ന ചിലർ പറയുന്നത് നമുക്ക് പ്രസിഡന്റ് ദയാഹർജിക്ക് പോകാം. and maybe they would think about going to the president. They are thinking, അവർ ചിന്തിച്ചുകൊണ്ട് അവർ അടുത്ത ഓപ്ഷൻ കണ്ടെത്തുകയാണ്. So they would always look for the next option, how to escape this big punishment. ഓപ്ഷൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ നിങ്ങളെല്ലാം കോർട്ടിന് പുറത്തുണ്ടല്ലോ അല്ലേ? So we are all standing in the courtyard now. ഉണ്ടോ ഇല്ലേ? ആ, ഇങ്ങനെ ഓപ്ഷൻ ചോദിച്ചോണ്ടിരിക്കുമ്പോൾ And as we were thinking about the options, കോർട്ടിന്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുന്നു. the main door of the court is being opened now. ഇവർക്കെതിരെ വാദിച്ച വക്കീൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. And the attorney who was arguing against them വക്കീലിന്റെ comes പേരെന്തുവാ? out. നോ ഇവിടെ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് വക്കീലായിട്ട് നിന്നേരാ പോൾ ഇറങ്ങി വരുന്നു. So now we are thinking about from the book of Romans, it is Paul who was actually giving them the charge sheet as we read it. എല്ലാവരും കണ്ണ് പോളിലേക്ക് വരുന്നു. So everyone is looking at Paul. പോളിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. This is a question asked by Paul. സാർ, താങ്കൾ ഞങ്ങൾക്കെതിരെ വാദിച്ചു. No, they're asking Paul, sir, you were arguing against us. ഞങ്ങളുടെ കൈ ചാർജ് ഷീറ്റ് ഉണ്ട്. And we have the charge sheet. ഞങ്ങളുടെ എന്റെ പണിഷ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. And we have the punishment. എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഞങ്ങൾക്ക് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകാൻ? Any chance that we could escape this? പുള്ളി പറയുന്നു, കേട്ടേ, പുള്ളി പറയുന്നു, And this is what Paul told them. യെസ്, നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്. Yes, you have an option. ഇനി ശാന്തമായി 24 മുതൽ
3-ാം അധ്യായം 24. നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വായിച്ചോളൂ. 24, 28 വരെ വാക്യങ്ങൾ ശാന്തമായി നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ പരസ്യമായി ഒരാൾ If you would വായിക്കുന്നതായിരിക്കും. read verse 24 through 28, you ഞാൻ can വായിക്കാം. understand. നിങ്ങൾ നോക്കിയാൽ മതി. അവൻ്റെ കൃപയാൽ, അവൻ്റെ എന്ന് പറയുമ്പോൾ അകത്തിരിക്കുന്ന ക്രോധമുള്ള ജഡ്ജിയുടെ കൃപയാൽ, അങ്ങനെ പഠിച്ചേ, ജഡ്ജിയുടെ കൃപയാൽ ക്രിസ്തേശുവെങ്കിലെ വീണ്ടെടുപ്പ് മൂലം നിങ്ങൾക്ക് സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അടുത്ത വാക്യം വായിച്ചിട്ട് വിശദീകരിക്കാം. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം, ഇംഗ്ലീഷ് മനസ്സിലാകുന്നവർ യു ക്യാൻ റീഡ് ഓവർ ദെയർ, ഐ വിൽ റീഡ് ത്രൂ ദ മലയാളം ലാംഗ്വേജ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ, ദൈവം തൻ്റെ ക്ഷമയിൽ എന്നാണ്. ക്ഷമയിൽ ദൈവം ക്ഷമിക്കുന്നത് കൊണ്ട് മുൻകഴിഞ്ഞ പാപങ്ങളെ, ഇന്ന് വരെ നിങ്ങൾ കോർട്ടിനകത്ത് കേട്ട ശിക്ഷയുണ്ടല്ലോ, അത് മുഴുവനും ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ. അടുത്ത വാക്യം, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത്, ഇന്ന് സെപ്റ്റംബർ 26-ാം തീയതി മോർണിംഗ് 9:35 തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ അവൻ തന്നെ അങ്ങനെ ചെയ്തു. അടുത്ത വാക്യം 27, ആകയാൽ പ്രശംസ എവിടെ? അത് പോയി ഏതു മാർഗത്താൽ? കർമ്മമാർഗത്തിലോ അല്ല, വിശ്വാസമാർഗത്താൽ. 28, അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് അറ്റോണി പുറത്തു നിന്നുകൊണ്ട് പറയാൻ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, അനുമാനിക്കാം. ഞാൻ വിശദീകരിക്കാം, വിശദീകരിക്കാം. Those who understand English only, if you have read that verse 24 through 28, ഇവിടുത്തെ ഈ വനശുശ്രൂഷ 10 നീണ്ടുപോയാലും അവിടെ ഞാൻ സമയം ഓട്ടത്തിൽ കുറച്ചോളാം. വണ്ടി സ്റ്റാൻഡിൽ താമസിച്ചാലും ഓട്ടത്തിൽ കുറക്കണമല്ലോ, ഓട്ടത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ശ്രദ്ധിക്കണം, ഈ വണ്ടി സ്റ്റാൻഡിൽ നിന്ന് എടുക്കുമ്പം താമസിക്കും, ഡ്രൈവേഴ്സ് വരാൻ താമസിക്കും. പക്ഷേ വണ്ടി പിന്നെ ഫാസ്റ്റായിട്ട് ഓടിച്ച് എന്ത് ചെയ്യും? റൂട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യും എന്ന് പറയുന്നത് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ശ്രദ്ധിക്കണമേ. ഇപ്പം കോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്നു, അറ്റോണി നിൽക്കുകയാണ്. So the attorney or Paul is standing outside the court. അറ്റോണി പറയുന്നു ഒരു ഓപ്ഷൻ ഉണ്ട്. And he is telling the people who are convicted that there is an option. അതെന്താ? What is it they were anxious? അപ്പോൾ അവരെല്ലാം മുഖത്ത് ആകാംക്ഷ കണ്ടോ? ഈ ജനത്തിന്റെ മുഖത്ത് ആകാംക്ഷ So if കാണാം. you would നിങ്ങൾക്ക് pay ആകാംക്ഷയില്ലല്ലേ? attention to them, they are very നമുക്ക് anxious ആകാംക്ഷ to ഉണ്ടോ? hear. നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടല്ലേ? നിങ്ങൾക്ക് ആകാംക്ഷ ഇല്ലേ? So if you are sentenced to death, when someone tells you that you have an option to escape this, we'll be all anxious and curious to hear the answer. അവരോട് പറയാം, നിങ്ങൾ അകത്തൊരു കോപിഷ്ഠനായ ഒരു ജഡ്ജിയെ കണ്ടായിരുന്നോ? And Paul was telling the people who are standing outside, have you seen that judge who is full of wrath inside in that seat? അവർ പറഞ്ഞു, പിന്നെ കണ്ടു, ആ പുള്ളിക്കിട്ട് പോകാൻ പറ്റത്തില്ല, പയ്യൻ കോപിച്ചിരിക്കുകയാണ് അല്ലേ? ഒന്നിന് പറഞ്ഞിട്ട് അങ്ങനെ The people വായിച്ചത്. said, we are so scared of him, he is full of wrath, we cannot go next to him. ഉടനെ പൗലോസ് പറയാ, അങ്ങനൊന്നുമല്ല, പുള്ളി കോപിഷ്ഠനൊക്കെയാണ്, പക്ഷേ പുള്ളിയുടെ ഒരു ക്വാളിറ്റി, വേറൊരു ക്വാളിറ്റി ഉണ്ട്. അവൻ But Paul was telling them, don't be scared, even though you found him as someone full of wrath, but he has another big quality that you may not know. കരുണയുള്ളവനും കൂടെയാ. Because he is a kind judge as well. അവൻ പൊറുക്കുന്നവനാ. He is a judge who can forgive as അവൻ well. നിങ്ങളോട് പൊറുക്കാമെന്ന് പറഞ്ഞു. And he is willing to forgive your ഈ faults. ഓഡിയൻസ് എല്ലാം ചോദിച്ചു, എങ്ങനെ പൊറുക്കാമെന്ന് പറഞ്ഞു? And they were curious, asking, how did he say that? Explain. അവൻ ഒരു മകനുണ്ട്. He has a son. ആ മകൻ നിങ്ങളോട് ഈ പറയുന്ന വേർഡിറ്റെല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. And that son, Jesus Christ, was listening to all the verdict. അവൻ വന്ന് ഈ അപ്പനോട് പറഞ്ഞു, And he came and told, അപ്പാ, ഞാൻ ഏറ്റെടുത്തോളാം അവരുടെ ശിക്ഷ. and this son of God came and told the judge, the father, that I will take their sins. ഉടനെ ഓഡിയൻസ് എല്ലാം ചോദിച്ചു, And the audience asked, ശിക്ഷ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡെത്ത് അല്ല, ഞങ്ങളുടെ പണിഷ്മെന്റ്. and they were asking, you mean death? യെസ്, അവൻ എടുക്കാന്ന് പറഞ്ഞു. And Paul said, yes, he would take your death for you. അവൻ എടുക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? And they asked, what must we do in return? കേൾക്കണേ, ശ്രദ്ധിച്ചേക്കണമേ, ചെവി തുറന്നു കേൾക്കണമേ. ഞങ്ങൾ എന്തോ ചെയ്യണം? What shall we do then? നിങ്ങൾ ചെയ്യേണ്ടുന്നത്, What you must do is, അവൻ മരിക്കാമെന്ന് പറഞ്ഞതും മരിച്ചതും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന്, വിശ്വസിക്കണം. the number one is that you have to believe that he is dying for you, or he died for you. അവൻ മരിച്ചത് കൊണ്ട്, മരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ടല്ലേ നാം എസ്കേപ്പ് ആയത് അവിടുന്ന്.
And it is because he died for us is why we could escape that punishment of death. അങ്ങനെയാണെങ്കിൽ അവന് നമുക്കൊരു പേര് വിളിക്കാം, നമ്മുടെ രക്ഷകൻ. Then we call him in our Savior. ഇന്നു മുതൽ അവൻ നമ്മുടെ രക്ഷകനാണെന്ന് എന്ത് ചെയ്യണം നിങ്ങൾ? And from this day onwards you should believe that he is your Savior. ആ ഓഡിയൻസോട് പോൾ പറയുക. So this is what Paul told to those people there at that time. സകല മാനവരാശിയോടും പോൾ പറയുക. To the humankind this is what Paul said. തന്റെ പുത്രൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാമെന്ന് പറഞ്ഞു. God's beloved son, was willing to die for you. അത് നിങ്ങൾ വിശ്വസിക്കണം. But you must believe it. Second, Number 2, വിശ്വസിക്കുക മാത്രം പോരാ. not only that you should believe it. നിങ്ങൾ പറയണം, എനിക്ക് പകരം മരിച്ചതുകൊണ്ട് എന്നെ രക്ഷിച്ചതുകൊണ്ട് അവന് പേര് ഞാൻ കൊടുക്കുന്നു. He is my personal savior. അവൻ എൻ്റെ വ്യക്തിപരമായ രക്ഷകനാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. Not only that you should believe that he died for you, but because he took the death for your sin, you should accept him as your personal savior of your life. എന്നിട്ട് പിന്നെന്ത് ചെയ്യണം? Then what must you do? ഞങ്ങൾ വിശ്വസിക്കാം, ഞാൻ രക്ഷപ്പെടുന്നതല്ലേ, വിശ്വസിക്കാം. So they said yes, we would believe that ഇന്നു മുതൽ വാസ്തവത്തിൽ അവൻ എൻ്റെ സേവിയറാണ്. And I would believe that I would accept him as my personal savior from now onward. ഇന്നു മുതൽ രക്ഷകന്റെ ചില വഴികൾ അവൻ കർത്തൃത്വം ഏറ്റെടുക്കുമ്പോൾ ഒരു വഴി പറഞ്ഞിരും. അതാ വേദപുസ്തകം, അതനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു. And you should walk in the way that he leads you on. That's the word of God. From that moment, അന്നേരം മുതൽ sanctification പ്രോസസ്സിലേക്ക് പ്രവേശിക്കുന്നു. And from that moment onward, a child of God Hallelujah. enters into the sanctification. അവൻ പറയുന്നത് പോലെ ജീവിക്കണമെന്ന് പറയുമ്പോൾ അതിനെയാണ് sanctification എന്ന് പറയുന്നത്. That is what is called sanctification. Amen. മാത്രം എനിക്ക് ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. And I have one more thing to tell you. അമ്മച്ചി, നമ്മൾ ഇങ്ങനെ വലിയൊരു ഡെത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്നിരിക്കട്ടെ. No, in reality, if we are escaped from a death punishment, രക്ഷപ്പെടാൻ കാരണക്കാരനായ വ്യക്തിയെ നമുക്ക് അറിയുകയും ചെയ്യാം. and you know who actually was the cause of your escape from that death sentence. നമ്മുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവരും നമ്മൾ കോടതിയിലേക്ക് പോയേക്കാണ്, ഇന്ന് ഡെത്താണ് പണിഷ്മെന്റ് വരുന്നത്, അവനെ കൊല്ലും എന്ന് വിചാരിച്ച് അവരൊക്കെ ഇരിക്കുന്നത്. So our family members are they know that you are going to die today because you are going to get a death sentence. അപ്പോൾ അവരിങ്ങനെ വലിയ എക്സ്പെക്ടേഷൻ ഇരിക്കുകയാണ്. അവരെവിടെ പോയിരിക്കുകയാണ്? മിണ്ടുന്നില്ല ആരും, ആർക്കും മനസ്സിലാകുന്നില്ലേ? കോടതി പോയിരിക്കുകയാണ്. So the family members are curious about everything. ഡെത്ത് പണിഷ്മെന്റ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പോയിരിക്കുകയാണ്. And they know that he's going to come back with a death sentence. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുഞ്ഞ് സന്തോഷത്തോടെ ഓടി വീട്ടിലേക്ക് ചെല്ലുന്നു. But as the family members are looking anxiously, this child is running to the family with so much joy in his heart. വീട്ടുകാർ എന്തായിരിക്കും ആദ്യം ചോദിക്കുന്നത്? മോനെ, നീ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് നമ്മോട് എത്രയോ പേര് ചോദിക്കുന്നു, നീ എങ്ങനെ അവൻ രക്ഷപ്പെട്ടെന്ന്. അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യാ? ഒരു കാര്യം നിങ്ങൾ പറയാം, മോളെ ഒരു മിനിറ്റ്. മിഷൻ, ഡോണ്ട് ഫോർഗെറ്റ് യുവർ മിഷൻ. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ഇന്ന് സ്നാനപ്പെടുന്ന കുഞ്ഞുമോട് ഞാൻ പറയുക, സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, പറഞ്ഞോ, അറിയാതെ പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും കമാൺ ഓഡിയൻസ് പറഞ്ഞേ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രഖ്യാപിക്കണമെന്നും ഞാൻ കൽപ്പിക്കുന്നു. ശ്രദ്ധിക്കണം. അപ്പോ നിങ്ങളുടെ വീട്ടിൽ ചർച്ചക്കാരേക്ക് ചെല്ലും, ബന്ധുമിത്രാദിക്ക് ചെല്ലുമ്പോൾ they are asking one question, they are raising one question, എന്താ? How you escape? എങ്ങനെ നീ രക്ഷപ്പെട്ടു? So as you are running back to the family, escaped from death sentence, the question that everyone would ask you, how did you escape this death punishment? And that is the opportunity for the child of God to share this gospel to them. And we have heard this question many times, how did you escape this? And that is where the mission comes in. Hallelujah. Amen. നമ്മളല്ലേ സൈക്കിളിൽ നിന്ന് വീണ ചിരിയും ജീരകം പൊത്ത ചിരിയുമായിട്ടൊക്കെ നിൽക്കുക. ഇപ്പം എസ്കേപ്പ് എങ്ങനെ? എനിക്കറിയത്തില്ല. വായിലോട്ട് ചോദിച്ചാലും പറയത്തില്ല, എനിക്കറിയില്ല. പക്ഷെ ഇന്നു മുതൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മിഷൻ സന്തോഷത്തുള്ളിച്ചാടി പറയണം, ഞാൻ മരണത്തിൽ രക്ഷപ്പെടാൻ കാരണം എന്റെ മരണം ഏറ്റെടുക്കാൻ ഒരു ജഡ്ജിയുടെ ക്രൂരനായ ഒരു പിതാവ് ദൈവത്തിന്റെ ഒരു പൊന്നോമന പുത്രനെ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഇറക്കി നൽകിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. Many a times we go not paying attention to the questions, even though we are asked directly, how did we get saved? But from now onwards, let's take it as a challenge that we will share this gospel to others at every opportunity. ഇവിടെ നമ്മൾ സ്പീഡിന് ടിക്കറ്റ് ഒക്കെ എടുത്തുകൊണ്ട് ഗിളർലാൻഡ് ടൗണിൽ കോട്ട് ചെല്ലും.
So many of us have gone to the Guilderland town, like town office with the speeding tickets. ആദ്യമേ നമ്മൾ ആ കോർട്ട് റൂമിൽ കയറിയിരിക്കും. So we will go to the courtroom first. ആരും കയറിപ്പോയി നോക്കാൻ നിൽക്കില്ല, കാശ് പോകുന്നേ മണിയാണ്. So don't try to go in, if you haven't yet. എനിക്ക് സമയം ഇച്ചിരി കുറവായതുകൊണ്ട് പലപ്പോഴും ഞാൻ കയറേണ്ടി വന്നു. പിന്നെ ഇപ്പം കുറേ ആണ്ട് കയറുന്നില്ല കേട്ടോ. Sometimes, I don't get enough time, so I had to go always there. But now, I'm being good. കോർട്ട് റൂമിൽ ചെന്നിരിക്കുമ്പോൾ So when you are in the courtroom, ആദ്യമേ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രോസിക്യൂട്ടർ വന്നിട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് വേറൊരു മുറി കൊണ്ടുവരുത്തും. so the public prosecutor or the prosecutor there would take you to a different room. ഇതാ നിന്റെ തെറ്റ്, ഇതാ നിന്റെ പ്രശ്നം, പണിഷ്മെന്റ് ഇതാണ്, നീ ഇത് അംഗീകരിക്കുന്നോ എന്ന് ചോദിക്കും. So they would ask us a question, this is what you are found guilty for. Do you agree with it? Do you accept your fault? നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ നോൺ ഗിൽറ്റി എന്നൊക്കെ എഴുതി കൊടുത്ത് പിന്നെ കേസ് മാറ്റി വെക്കും. അങ്ങനെയൊക്കെ നിങ്ങളൊക്കെ എല്ലാവരും ചിരിക്കുന്നു, കാരണം നിങ്ങൾക്കൊക്കെ ഒത്തിരി അനുഭവം ഉള്ളതുകൊണ്ട് ചിരിക്കുന്നു. So some people would say they're guilty, some people say they're not guilty. Then there's the next process. ഈ അറ്റോർണി പുറത്തു വന്ന് പറയുകയാണേ, പോൾ എന്ന അറ്റോർണി. So this, when we come to the book of Romans, this attorney Paul comes out and say, ഡെത്താണ് നിന്റെ പണിഷ്മെന്റ്, you are sentenced to death. ഓപ്ഷൻ ഉണ്ട്, But there's an option. നീ എഗ്രി ചെയ്യുന്നു ചോദിച്ചു. Do you agree for the option? എഗ്രി ചെയ്യുന്നെങ്കിൽ ഞാൻ അകത്തി എന്ന് പറയാം. So if you are in agreement, I will go back to the judge and will tell him. എഗ്രി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവനെ സേവ്യറായി അംഗീകരിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, അവന് വേണ്ടി ജീവിപ്പാൻ നമ്മൾ ഫോളോവേഴ്സായി, നമ്മൾ ശിഷ്യനായി പോകാൻ തീരുമാനമെടുക്കുമ്പോൾ ഉടനെ ജഡ്ജി പറയുന്ന പ്രഖ്യാപനമാണ്, ഇന്നു മുതൽ ഇവൻ എൻ്റെ മകൻ. Amen. ഞാൻ നീതീകരിച്ചു. ജസ്റ്റിഫിക്കേഷൻ, നീതിമാനല്ല നീതിമാനെന്ന് ജഡ്ജി പ്രഖ്യാപിക്കുന്നതിനെയാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. Amen. Hallelujah. When Paul, says that if you agree with me, agree with the option that you have, I would go back to the judge and will let him know. And when you go back to the judge, this is what he says: from today onwards, you are my son and you are justified, not because you are righteous, but because God declared you just. അടുത്ത എൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട്, എൻ്റെ ഓഡിയൻസിനോട് പരസ്യമായി പബ്ലിക്കിൽ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നവരോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇന്നുവരെ അങ്ങനൊരു നാഥനെയും കർത്താവിനെയും പരിചയപ്പെട്ടിട്ടുണ്ടോ? So let me ask you, to those who are watching me through different medias, have you come across such a judge in your life until now? ഏത് മതത്തിൽ നിങ്ങൾ ആയിക്കോട്ടെ, It doesn't matter, what belief you follow. ഏത് ഭാഷയിലാകട്ടെ നിങ്ങൾ ജീവിക്കുന്നത്, Doesn't matter, what language you speak. ലോകത്തിലെ സകല മനുഷ്യരോടും വേദപുസ്തകം പറയുന്നു, നിങ്ങൾ പാപികളാണ്. To the whole world, this is what God had to say: you are under sin. എൻ്റെ ദൈവം നിങ്ങൾക്കൊരു ഓപ്ഷൻ തരുന്നു. But God has an option for you. ആ ഓപ്ഷൻ അവന്റെ പുത്രൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന കാര്യം വിളിച്ചു And the പറയുന്നു. option is that it is declared even today that his son died for you for your sin. ആ പുത്രനെ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ, And if you are ready to believe that son, രക്ഷകനായി അംഗീകരിക്കാമെങ്കിൽ, if you are ready to accept him, എറ്റേണൽ ഡെത്ത് എന്ന പണിഷ്മെന്റിൽ നിന്ന് ഇന്ന് നിങ്ങൾക്ക് പുറത്തു വരാം. amen, you will be able to escape the punishment of eternal death. എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ അതവർ അക്സെപ്റ്റ് ചെയ്തു. And the two of our children had accepted Jesus as their personal savior. പേഴ്സണലായി എവിടെയോ വെച്ച് അക്സെപ്റ്റ് ചെയ്തതാണ്. And into their personal life they have come to a commitment to accept ഇന്ന് Jesus. പരസ്യമായി നമ്മളോട്, ലോകത്തോട് അവർ പ്രൊക്ലെയിം ചെയ്യുന്നു, ഞാൻ യേശുവിന്റെ ഫോളോവർ ആണെന്ന്. By getting into the baptism pool, they are declaring to the world publicly that I have accepted Jesus as my savior and I am a follower of Jesus. അതിന്റെ സെറിമോണിയൽ ഒരു ഓർഡിനൻസ് ആണ് ഇന്നിവിടെ നടക്കുന്ന ബാപ്റ്റിസം എന്ന് പറയുന്നത്. And the baptism today is the public proclamation or the ceremonial remembrance of what they have accepted in their hearts. ആ ബാപ്റ്റിസം എടുത്തവരോട് ചോദിക്കുന്നു, നിങ്ങളുടെ പൊസിഷൻ അറിയാമോ? And those who have already taken that believer's baptism, let me ask you, do you know your position? മക്കളെ, എടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ പൊസിഷൻ ഇന്ന് വരെ ഉള്ള പൊസിഷൻ അല്ല, വേറൊരു പൊസിഷനിലേക്ക് നിങ്ങളെ മാറ്റുകയാണ്. Once you have taken baptism, you are not in the same position, but your position is changing. നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ പൊസിഷൻ. Children, you have to understand the change of your position. അത് ഒന്ന് രണ്ട് വാക്കിൽ ഒന്ന് ഓർപ്പിക്കട്ടെ. I just want to remind in a couple of sentences. ഒന്നാമത്തേത്, The first one, മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ചോദിക്കുന്നു. മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ചോദിക്കുന്നു. verse 3, it reads, അതിങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഒന്ന്, നിങ്ങൾ യേശുവിനോട് ചേരുവാൻ, അല്ലേ? verse 3 in chapter
6. അപ്പം സ്നാനത്താൽ ഒന്നാമത്തെ നമ്മുടെ പൊസിഷൻ മാറുന്നു. വേറൊരാളോടായിരുന്നു ചേർന്നിരുന്നത്, ഇന്നു മുതൽ മറ്റൊരാളോട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചേരുന്നു. So by baptism you are getting united with Christ. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തതാണ്. ഐ ഡോണ്ട് വാണ്ട് എക്സ്പ്ലെയിൻ ഓൾ ദീസ് തിങ്സ്. ആ കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന്, കർത്താവുമായി നിങ്ങൾ ബോണ്ടാകുന്നു, ബോണ്ട് സെർവൻ്റ് ആകുന്നു. So you are you are being bound with Jesus Christ or united with Christ in baptism. നാലാമത്തെ വാക്യം വേഴ്സ് 4 തന്നെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ അറിയണം ഒരു കാര്യം. And in verse 4, Paul is telling that you must know one thing. നിങ്ങളുടെ ഈ സ്നാനത്താൽ നിങ്ങൾ യേശുവിന്റെ മരണത്തോടെ എന്താകുന്നു? Partakers. എന്താകുന്നു? പങ്കാളികളായി തീരുന്നു. And by this baptism you are being partakers of the death of Jesus Christ. യേശുവിന്റെ മരണത്തിന്റെ പങ്കാളിയാകുന്നതാണ് ഈ പറഞ്ഞാട്ടെ സ്നാനം എന്ന് പറയുന്നത്. Baptism is the proclamation that you are being the partaker of the death of Jesus Christ. അങ്ങനെയാണ് യേശുവിന്റെ മരണത്തിൽ നടന്ന സംഭവങ്ങളെ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നേ. So if that is the case, can you think about what happened in the death of Jesus Christ? യേശുവിന്റെ മരണം എങ്ങനെയുള്ള മരണമായിരുന്നു? What kind of death was that? Crucifixion. ക്രൂശീകരണമായിരുന്നു. It was a crucifixion death. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നാമത് മരണത്തിന്റെ പങ്കാളിയാകുമ്പോൾ നിങ്ങളോട് പറയുന്നു, നിങ്ങളും ക്രിസ്തുവിന്റെ കൂടെ എന്ത് ചെയ്യാൻ പോവാ? പറയാ, ക്രൂസിഫൈ ചെയ്യാൻ പോവുകയാണ്. So if you are being a partaker of the death, you are resembling that you are going to be crucified with Christ as well. യേശുവിന്റെ ക്രൂശ് ഒന്ന് ശ്രദ്ധിച്ചേ നിങ്ങൾ. If you would pay attention to the cross of Jesus. ക്രൂശിൽ എങ്ങനെ കിടക്കുന്നേ? So this is how Jesus was on the cross. എന്നെ ശ്രദ്ധിക്കണം. ആരും ഇനി ചില മിനിറ്റുകൾ പ്ലീസ് ആരെയും നോക്കണ്ട, വന്നു വരുന്നോട്ടെ. നിങ്ങൾ യേശുവിന്റെ മരണത്തിന് പങ്കാളി എന്ന് പറയുമ്പോൾ യു ഷുഡ് നോ വൺ തിങ്. നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ ക്രൂസിഫൈഡ് ചെയ്ത വ്യക്തികളാണ്. So once you say that you are partaker of the crucifixion death of Christ Jesus, remember that you are crucified from now on. ആറാം വാക്യം ഇത് മാറ്റണ്ട. ആറാം വാക്യം ഉറക്കെ ഒന്ന് വായിച്ചു ആരെങ്കിലും. Verse 6 if someone can read. ഇംഗ്ലീഷ് ഓർ മലയാളം വാട്ടെവർ പെട്ടെന്ന് വായിച്ചോ. നീക്കം വരേണ്ടതിന് പഴയ മനുഷ്യൻ. ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? Old self. നിങ്ങളുടെ പഴയ സ്വഭാവങ്ങൾ, പഴയ ചിന്തകൾ, പഴയ പ്രവർത്തികൾ, പഴയത് ഇത് യേശുവാണ്. യേശുവിനോട് ചേർത്ത് എന്നെ ക്രൂശിക്കുകയാണ്. So like in English it said that we know that our old self was crucified with Jesus Christ, so that the body of sin might be done away with, that we are crucified. Our old self is getting crucified with Christ in baptism. യേശുവിനോട് ചേർത്ത് എന്നെ ബന്ധിക്കുകയായി ഇവിടെ. So I am being crucified with Christ. അനുമോളെ, ഫെയ്ത്ത് സ്നാനപ്പെട്ടവരെ, പെടാൻ പോകുന്നവരെ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ സ്നാനത്തിന്റെ പൊസിഷൻ മാറി. സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ ക്രൂശിക്കറും. So let me remind you, everyone who had taken baptism or about to take baptism, that once you take the decision to get baptism, getting baptized, you will be crucified with Christ from then on. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്രൂശിൽ നിന്ന് കൈ വലിച്ചെടുക്കുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ക്രൂശിൽ നിന്ന് കൈ എന്നെ വിട് കർത്താവേ എന്നൊക്കെ പറഞ്ഞ് കൈ ആണിന്ന് വലിച്ചങ്ങോട്ട് എടുത്തിട്ടാണ് ചാടി ഇറങ്ങി പറഞ്ഞ് ഇന്ന് കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നത് അല്ലേ? So many a times we want to get our hand away from that nail which is the crucifying us there. We want to take the hand off and we want to take revenge against other people. That is when we try to come out of that cross. നമ്മൾ എന്ത് പറയാം? നമ്മൾ ക്രൂശിലാണ് നമ്മുടെ പൊസിഷൻ. So remember that once you have taken baptism, you are on the cross. Your hands are crucified with Christ. ജീവിതത്തിന്റെ യാത്രകളിൽ ക്രൂശിൽ നിന്ന് പുറത്തിറങ്ങരുത്. Many a times we get tempted to come out of that യേശുവേ, cross. കൈ നീട്ടിപ്പിടി യേശുവേ. കേട്ടെ, നാക്ക് ക്രൂശിച്ചു നമ്മൾ കുറ്റം പറയരുത്. So our tongue must be crucified, that we should not talk against others. കൈ ക്രൂശിച്ചു, കാല് ക്രൂശിച്ചു. Our hands and our feet are crucified. നമ്മുടെ ഇന്നർ ഔട്ടർ സകല ഓർഗൻസും our old self in its whole being തമ്പുരാന്റെ ക്രൂശിൽ ക്രൂശിച്ചു. must be crucified on the cross with Jesus. റെഡി ആണെങ്കിലേ സ്ഥാനത്ത് ഇറങ്ങാവൂ. ഞാൻ ഫുഡ് ഓർഡർ ചെയ്താലും ഇവിടെ ആൾക്കാരെ വിളിച്ചു വരുത്താലും ഒരു പ്രശ്നമില്ല. സാധനം മാറ്റി വെക്കാം. സമയം ഇനിയുണ്ട്. ഇഫ് യു ആർ റെഡി ടു കർത്താവിൻ്റെ ക്രോസുമായി ക്രൂസിഫൈ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രം, അനുമോളെ, റെഡി ആണെങ്കിൽ മാത്രമേ
നിങ്ങൾ സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങാമോ? പ്ലീസ് Only when പറഞ്ഞു. our heart is ready to crucify our all the self with its whole being to that cross of Jesus Christ, then only you should take a decision to get baptized. കർത്താവിനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ And once Jesus was crucified, കർത്താവ് മരിച്ചു അല്ലേ? കർത്താവ് മരിച്ചു. and Jesus died on that cross. കർത്താവ് മരിച്ചില്ലേ? Jesus മരിച്ചോ? died. മരിച്ചു. കർത്താവ് മരിച്ചു. പഴയ ഫ്ലഷിൽ വന്ന ആ ജഡാവതാരത്തിൽ വന്ന ജഡത്തിൽ വന്ന യേശു മരിച്ചു. So incarnated body of God or Jesus died on that cross. ആ മരിച്ചതിനെയാണ് കർത്താവിനെയാണ് എവിടെ കൊണ്ട് ചെയ്തത്? Buried. അടക്കം ചെയ്യാൻ പോകുന്നത്. So the dead body of Jesus Christ is what was buried. മരിക്കാതെ അടക്കരുത്. No, without being dead, no one should be buried. ഡോക്ടർമാർ നമുക്കുണ്ട്. അവരൊക്കെ ചോദിച്ചു, അവരുടെ ഒരു പേപ്പർ അവർ മരിച്ചെന്ന്, ഇയാൾ മരിച്ചെന്നുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ കൊണ്ട് എന്നെ പോലുള്ള ക്ലർജിമാർ കൊണ്ട് അടക്കിയാൽ പണി എനിക്ക് കിട്ടും. So like we have many medical doctors here, if you go ask them, they have to actually certify when someone dies, and without that death certificate, if you would bury someone, the pastors will get, like punishment for that. മരിക്കാതെ അടക്കിയത് കൊണ്ട് പലതും ചീഞ്ഞു നാറുകയാണ്. When we bury someone who is not dead, it would start having like a bad smell. ചീഞ്ഞു നാറാതിരിക്കാൻ മരിച്ചിട്ടേ അടക്കാവൂ. So like you have to make sure that you bury someone only after they die completely. നിങ്ങളുടെ ഓൾഡ് പേഴ്സണാലിറ്റി, ഓൾഡ് സെൽഫുകൾ, പഴയ പ്രവർത്തികൾ മുഴുവൻ ഇന്ന് മരിച്ചിട്ട് നിങ്ങളുടെ മരിച്ചതായ പഴയ പ്രവർത്തികളായ പഴയ ജഡത്തെ കൊണ്ട് കുഴിച്ചിടുന്ന ഒരു സെറിമോണിയലാണ്, ശുശ്രൂഷയാണ് ബാപ്റ്റിസം എന്ന് പറയുന്നത്. So like once our old self dies completely, like we take that dead body and bury symbolically in the water. That is the ceremony that happens in the believer's baptism. നിന്റെ അടുത്ത പൊസിഷൻ എന്താണെന്നറിയാമോ? And those who are baptized or the children who are baptizing today, ഉയർത്തപ്പെട്ട ശരീരത്തോടെയാണ് അവർ എഴുന്നേറ്റ് and വരുന്നത്. when you come back from the water, you are resembling the resurrected body of Christ. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു. And as Jesus resurrected from dead, you are also being resurrected with him. എന്തിനാണ് അങ്ങനെ എഴുന്നേൽക്കുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്. And it says why you are being resurrected with Jesus. Newness of life, പുതിയ ലൈഫ് നയിക്കാൻ വേണ്ടിയിട്ട്. To walk in the newness of life. പഴയ ജീവൻ നയിക്കാനാണെങ്കിൽ ശാനപ്പെടരുത്. And if you are trying to lead the old life, then you should not take baptism. ശാനപ്പെട്ടവരും സമർപ്പിക്കാൻ ഈ പകൽ തയ്യാറാകണം. ഞങ്ങളുടെ പഴയ പ്രവൃത്തിയെ ഉരിഞ്ഞുകളയാൻ ഞാൻ തയ്യാറാകുന്നു. To those who are already baptized, let us resubmit our life. The Lord, I want to walk in the newness of life. വിശദീകരിക്കുന്നില്ല. ആറാമത്തത്, The sixth thing happens is, verse 7 ഇങ്ങനെ പറയുന്നു, this is what verse 7 സ്നാനപ്പെട്ട് says. കഴിയുമ്പോൾ പാപത്തിന് ഇനി ഞാൻ അടിമയല്ല. പറഞ്ഞേ. And we are declaring that I am not under the bondage of sin anymore. I am freed from sin. നിബോനെ മോനിഷ് പാട്ടല്ലേ, we are no longer Slaves. നമ്മൾ ഇന്നു മുതൽ എന്തല്ല പറഞ്ഞിട്ട്, പാപത്തിന് അടിമയല്ല, ലോകത്തിന് അടിമയല്ല, പിശാചിന് അടിമയല്ല. നാവ് കൊണ്ട് അധികാരമുള്ള ദൈവമൊക്കെ പറഞ്ഞിട്ട് ശാനക്കുളത്തിൽ നിന്നുകൊണ്ട് എന്റെ കുഞ്ഞ് വിളിച്ചു പറയാൻ പോകുന്നത്, ഞാൻ പാപത്തിന് പിശാചിന് ഇനി അടിമയല്ല. And standing in that baptism pool, this is what we are going to declare, that I am no longer a slave to sin. I am no longer a slave to this world. I am no longer a slave to Satan. Praise the Lord. Amen. Praise the Lord. Hallelujah. Praise the Lord. Amen. Amen. എൻ്റെ ഏബൽ മോന് ഇവിടെ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. So Abelmon is right next to me. ഏബൽ മോന് രക്ഷിക്കപ്പെട്ടു. And Abel got saved. ബാപ്റ്റിസം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നിരിക്കട്ടെ. And he decided to take baptism, suppose. അവൻ ബാപ്റ്റിസം എടുത്ത് മേളിൽ കയറി വരുമ്പോൾ, And once he takes baptism and comes out of that water, അവൻ്റെ വായിൽ കൊണ്ട് പറയുന്ന ഒരു പദം, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പറയുന്ന, അല്ലെങ്കിൽ പിശാചിനോട് അവൻ്റെ മണ്ഡലത്തോടും വിളിച്ചു പറയുന്ന ഒരു പദമാണ്, ഞാൻ ഇനി ആരല്ല, ആർക്കടിമയല്ല, ആർക്കടിമയല്ല, പിശാചിനടിമയല്ല, പാപത്തിന്. നിങ്ങൾക്ക് പറയാൻ മടിയുണ്ട്, കാരണം നിങ്ങൾ ഇപ്പോഴും പഴയ അച്ഛൻ പറഞ്ഞു പറയാൻ പഴയതിൽ ഇരിക്കുക. അതുകൊണ്ടാണ്. ഉറപ്പുണ്ടെങ്കിൽ വിളിച്ചു പറ, ഉറപ്പുണ്ടെങ്കിൽ വിളിച്ചു പറ, ഞാൻ ഇനി ആർക്കടിമയല്ല, പിശാചിന് അടിമയല്ല, പാപത്തിന് അടിമയല്ല, ലോകത്തിന് അടിമയല്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് വരെ ആർക്കടിമയായിരുന്നു? So like when we come out of water,
is what we declare without word, that I am no longer a slave to sin or this world or Satan. So that tells we were under slavery of. ഇന്ന് വരെ ആർക്ക് അടിമയായിരുന്നു? ക്വസ്റ്റ്യൻ So മാത്രം. under now who we were slaves of. ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്, നമുക്ക് കണ്ണോട് കാണാൻ വയ്യ. We cannot see someone standing next to it. പുള്ളിക്കാണെങ്കിൽ ഒരു കേട്ടസുള്ള പുള്ളിയല്ല. നമ്മൾ തുറന്നു കൊടുത്താൽ നമ്മുടെ ദൈവം കയറത്തുള്ളൂ. പക്ഷേ ആ പുള്ളിക്ക് അങ്ങനെയല്ല, ഒരു കേട്ട മര്യാദയില്ല. എവിടെയും തുറന്നു കയറും, ആരുടെ ബെഡ്റൂമിലും പോകും, ആരെ എവിടെയും പോയിട്ട് എങ്ങനെയും കുഴി ഇറക്കാൻ വേണ്ടി ഒരു പുള്ളി നിൽപ്പുണ്ട് അല്ലേ? ആ പുള്ളിയുടെ പേരാണ് ശൈത്താൻ. ഈ പുള്ളി ഈ കയ്യിൽ അങ്ങോട്ട് പിടിക്കുക. ജോൺ മോർണിംഗ് വന്നേക്കളെ, ഈ കയ്യിൽ അങ്ങോട്ട് പുള്ളി ഇത് പിടിച്ചേ, നിങ്ങൾ ആരും ജോണിനെ പിശാചിനെ പിടിച്ചാളല്ലേ? ശ്രോത്രം എൻ്റെ നല്ല കുഞ്ഞാണ്. അങ്ങോട്ട് പിടിച്ചേ മോനെ, എനിക്ക് നിരത്തിൽ ആരോഗ്യമില്ല, വലിക്കല്ലേ. ഇവിടെ യേശു സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ഈ മോൻ വിളിച്ച് പറയുകയാണ്, ഞാൻ ഇന്നു മുതൽ പിശാചിന് അടിമയല്ല, സാത്താൻ അടിമയല്ലെന്ന് പറയുമ്പോൾ പിശാചിന് ഇഷ്ടം എന്നറിയാം, അവനെ വലിച്ചോണ്ട് പോകണം. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? അല്ല മോനെ പോവല്ലേ, ബാ പ്ലീസ് കമോ. പക്ഷേ നമ്മളൊക്കെ പലപ്പോഴും ഈ പുള്ളിക്ക് അടിമപ്പെട്ട് പോയില്ലേ? പിന്നെ പോയില്ലേ? പറ, മിണ്ട, വിശുദ്ധമാരൊന്നും Satan stands on the other side, trying to take him back, but Jesus on the other side, trying to lead him in the right way. But many a times we go back under the slavery of Satan. ഇല്ലേ? സമ്മതിക്കാമോ? അടിമപ്പെട്ട് പോയില്ലേ? പോയപ്പോഴും എൻ്റെ യേശു നിങ്ങളുടെ കൂടെ വന്നു. Even when we try to refuse walking with Jesus, Jesus was willing to come again to you. നീ അവൻ്റെ ചിന്തകൾക്ക് പോകല്ലേ മക്കളെ എന്ന് പറഞ്ഞില്ലേ? Amen. നീ അവൻ്റെ ഫോളോ ചെയ്യല്ലേ മക്കളെ എന്ന് പറഞ്ഞില്ലേ? പലപ്പോഴും നിന്നോട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥനയ്ക്ക് വരാൻ പറയുമ്പോൾ, മീറ്റിംഗ് വരാൻ പറയുമ്പോൾ വചനത്തിലൂടെ പരിശുദ്ധം ഇടപെട്ടില്ലേ? അല്ലയോ സഹോദരന്മാരെ, പോകല്ലേ എന്ന് പറഞ്ഞപ്പോൾ നിന്നെ സ്നേഹിച്ചു കൂടെ വന്ന് സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹത്തെ ഓർമ്മയുണ്ടെങ്കിൽ, Hallelujah, praise the Lord. ഇന്ന് പകലും പറയുന്നു, നിങ്ങൾ കർത്താവിനെ വിട്ടകന്നു പോകരുത്, നിങ്ങൾ പാപത്തിന് അടിമയല്ല. Even today, let me remind you that those who have taken baptism, you have declared that I am no longer a slave to sin, I am no longer a slave to Satan. ഇന്ന് മുതൽ പുതിയ കിങ് ഭരിക്കാൻ പോകുകയാണ്. And from now on, a new king will rule your life. കുഞ്ഞുങ്ങളെ, ഇന്ന് മുതൽ പുതിയ കിങ് ഭരിക്കാൻ പോകുകയാണ്. The new king is going to rule over. പുതിയ ലോർഡ്ഷിപ്പ് നടത്താൻ പോകുകയാണ്. And the lordship of your life is taken over. പുതിയ ലോർഡിന്റെ കിങ്ങിന്റെ കീഴിൽ അധീനപ്പെട്ടു പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Hallelujah, praise the Lord. താങ്ക് യു മോനെ. പോയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്നാനപ്പെടാത്തവരോട് ഭീതിയോടെ കേട്ടോണം. അടുത്ത പദം, To those who have not taken this baptism yet, let me remind you this. എട്ടാമത്തെ വാക്യം മലയാളത്തിൽ വായിച്ചു. എനിക്കൊന്ന് പറയാൻ മലയാളത്തിൽ നിന്ന് വായിക്കുന്നല്ലോ, മലയാളത്തിൽ വായിച്ചേ. 8ാം വാക്യം, വേഴ്സ് 8. ഇത്ര നമ്മൾ പറഞ്ഞു എന്തുവാ പറഞ്ഞത്? നമ്മൾ ഈ സ്നാനം എന്ന് പറയുന്നത് യേശുവിന്റെ മരണത്തോട് ഉറക്കെ പറയുന്നേ, യേശുവിന്റെ മരണത്തോട് പങ്കാളിത്തം, പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഡെത്ത് അല്ലേ? അപ്പം യേശുവിന്റെ മരണത്തോട് പങ്കാളിത്തം വഹിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ക്രൂസിഫൈ ചെയ്യുന്നു, ബറീഡ് ചെയ്യുന്നു, ഉയർക്കുന്നു എന്നൊക്കെ പറഞ്ഞത് അല്ലേ? So until now we've been telling, like in baptism, we are being partakers of the death of Jesus Christ. Amen. ഫോളോ ചെയ്യുന്നുണ്ടോ? ഡു യു ഫോളോ മീ മോനെ? ഫോളോ ചെയ്യണം. വേറെ മോൻ്റെ മൈൻഡ് ഇവിടെ പോയി, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, കമോൺ, ശ്രദ്ധിക്കണേ. അപ്പം ഈ മരണം, ഏത് മരണം? യേശുവിൻ്റെ കൂടെ ഇങ്ങനെ മരിക്കുമ്പോൾ, എങ്ങനെ മരിക്കുമ്പോൾ? ബാപ്റ്റിസത്തിലൂടെ മരിക്കുമ്പോൾ. So when we become partakers of Jesus' death through the baptism, 8ാം വാക്യം വായിച്ചേ. എങ്കിൽ he will live with him. അത് പാസ്റ്റ് ടെൻസ്, അത് ഫ്യൂച്ചർ ടെൻസ് കൊടുത്തൊരു പദമാണ് അല്ലേ? ഭാവിയിൽ അവൻ്റെ കൂടെ ജീവിക്കും. Now if we died with Christ, we believe that we will also live with him. ഇവനോട് ഇങ്ങനെ കൂടെ മരിച്ചുവെങ്കിൽ, only if we died with him, അവന്റെ കൂടെ ജീവിക്കും. then you will live with him. ആർക്കാ അവനോട് ജീവിക്കണ്ടെന്ന് ആഗ്രഹമുള്ളേ? So who does not want to live with Jesus? ഈ ഭൂമിയിൽ 150 പോരാ, 250 വർഷമൊക്കെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹമുള്ളവരായി പറയുന്നേ, ഞങ്ങൾ 250 വർഷമൊക്കെ ജീവിച്ചിരിക്കും, ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ആഗ്രഹമുള്ളവരൊന്ന് കരമുയർത്താൻ പറഞ്ഞാൽ ഉയർത്തുമായിരിക്കും എല്ലാവരും. ഞാൻ എന്തിനാണ് കിടന്നേ അല്ലേ? ഉയർത്തുമായിരിക്കും അല്ലേ? സഹോദരങ്ങളെ, നമ്മളിവിടെ ഒരു മക്കളെ ശ്രദ്ധിച്ചേക്കണം, നമ്മൾ ഷോർട്ട് പീരീഡ് താമസിക്കാൻ വന്നതാ. So children, let me remind you that we are in this world for a very short period of time. ഈ പട്ടണത്തിൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ പെങ്ങള് ആങ്ങള കഴിഞ്ഞ ദിവസം എൻ്റെ സെയിം ഏജുകാരൻ മരിച്ചുപോയി കഴിഞ്ഞ ദിവസം.
And a friend of ours from this city, like എൻ്റെ- her brother died in Dallas. എൻ്റെ കൂടെ പഠിച്ച പലരും ഈ പട്ടണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിൽ മരിച്ചു പോയിട്ടുണ്ട്. And many of my friends died in back home. നമ്മളൊരു ഷോർട്ട് പീരീഡ് ജീവിക്കാൻ വേണ്ടി പോയി വന്നവരാ. We are here in this world only for a very short period പരദേശികളാണ് of നമ്മൾ, time. പരദേശികളാണ് നമ്മൾ. We are strangers ഇവിടെ here. നിങ്ങൾ കാണുന്ന ഞാൻ കാണുന്ന ഒന്നും നിത്യമല്ല. Nothing is eternal here. നിത്യമല്ലാത്ത ഒന്നിനു വേണ്ടി ജീവൻ നശിപ്പിക്കരുത്. Don't ruin life for something not നിത്യമായ eternal. ഒന്നിനു വേണ്ടി നിങ്ങൾ ജീവിക്കണം. But live for something eternal. അവന്റെ കൂടെ ഇങ്ങനെ മരിച്ചാൽ And the Bible says if we died with him like this, അവന്റെ കൂടെ നിത്യമായി ജീവിക്കാം. then you will live with him. Amen. ശാനപ്പെടാത്തവർ ശ്രദ്ധിച്ചു കേട്ടെ, ശാന്തമായി പറയാം. പാസ്റ്റർമാരല്ലേ, ആവേശം മൂത്ത് പോകുന്നതാ. പല്ല പറയാം, പേടിച്ചോണം. സ്വർഗത്തിൽ പോകണമെങ്കിൽ, We must സ്വർഗത്തിൽ take this പോകണമെങ്കിൽ, word in a very seriously and with fear in our സ്വർഗത്തിൽ heart. പോകണമെങ്കിൽ, If we have to live with Christ യേശുവിന്റെ in കൂടെ heaven, ജീവിക്കണമെങ്കിൽ, if you want to live with Christ in heaven, ആ സ്വർഗത്തിൽ പോകണമെങ്കിൽ, if you want to go to heaven, നിങ്ങൾ ഞങ്ങളുടെ പള്ളിയിലൊക്കെ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നല്ല പള്ളിയിലൊക്കെ പോകുന്നത് കൊണ്ട് നിങ്ങൾ ശാനപ്പെട്ടില്ലെങ്കിലും ഞങ്ങളെപ്പോലെ ക്ലർജിമാർ വന്ന് നിങ്ങൾ മരിക്കുമ്പോൾ നല്ല കൂതാശ നടത്തി അടക്കുമ്പോൾ അന്ന് ഞാൻ പറയും നല്ല പൊരുത് ഓട്ടം തിരിച്ച് വിശ്വാസം കാത്ത് പറയാതിരിക്കാൻ പറ്റില്ല. പറഞ്ഞില്ലെങ്കിൽ റോണി എന്നെ എടുത്ത് ഉപദ്രവിക്കത്തില്ലേ, കൂട്ടുകാർ വഴക്ക് പറയത്തില്ലേ. അതുകൊണ്ട് നല്ലതുപോലെ കൂതാശ നടത്തി നിങ്ങളെ ഞാൻ അടക്കും. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള വചനം, ദൈവം നൽകിയ വചനം വെച്ച് ഞാൻ സ്പഷ്ടമായി പറയുന്നു, അടുത്ത ദിവസങ്ങളിൽ മിണ്ടിയിലും കുഴപ്പമില്ല. ഞാൻ പറയുന്നു, സ്നാനപ്പെട്ടില്ലെങ്കിൽ, അവൻ്റെ കൂടെ ഇങ്ങനെ മരിച്ചില്ലെങ്കിൽ നിത്യതയിൽ പോകത്തില്ല. Amen. By the word of God, let me tell you that if you are part of a church, if you are membership in a church, the clergies will have to bury you decently. But the word of God says, unless we die with Christ this way, you cannot live with him in heaven. ഇങ്ങനൊരു ജീവിതം നയിക്കാൻ കുഞ്ഞുങ്ങളെ നിങ്ങൾ റെഡിയാണോ? No, my children, let me ask you, are you taking this decision to follow Christ in such ഇന്നു മുതൽ എൻ്റെ way? പൊസിഷൻ മാറുകയാണ്, നിങ്ങൾ തിരിച്ചറിയണം. No, you have to realize that your position is changing from today എൻ്റെ onwards. പൊസിഷൻ യേശുവിൻ്റെ കൂടെ ചേർന്ന പൊസിഷനായി. And now you are being united with Christ in അവൻ്റെ baptism. മരണത്തോട് ഞാൻ പങ്കാളിയാകാൻ പോകുകയാണ്. And you are going to be partaker of എൻ്റെ his death. കൈയും കാലും എൻ്റെ മനസ്സും അകത്തെയും പുറത്തെ എല്ലാ ഓർഗൻസും ഞാൻ യേശുവിനോട് ക്രൂശിക്കാൻ പോകുകയാണ്. Your inner and outer, your whole being is going to be crucified with Christ, your old self. എൻ്റെ പഴയ മനുഷ്യനെ നടക്കാൻ പോകുകയാണ്. And you are going to bury the dead old self today. ഞാൻ അവനെ ഉയർത്തെഴുന്നേറ്റതുപോലെ വിശ്വാസത്താൽ ഉയർത്തെഴുന്നേറ്റൊരു പുതിയ ലൈഫ് നയിക്കാൻ പോകുന്നു. And you will resemble that you are coming back to life to walk in the newness of life. ഇന്നു മുതൽ ഞാൻ പാപത്തിന്റെ അടിമയല്ല. From now onward, you are declaring that I am no longer a slave to sin. ഇന്നു മുതൽ എനിക്കൊരു പുതിയ പ്രത്യാശ തരുന്നു. And from today onwards, you get I a will different live hope. with him. ഞാൻ അവന്റെ കൂടെ വസിക്കും. Amen, amen, amen. ഞാൻ അവന്റെ കൂടെ Hallelujah. വസിക്കും. Amen. That you will live with him forever. ഞാൻ അവന്റെ കൂടെ വസിക്കും. And you will live with him forever. ഞാൻ അവന്റെ കൂടെ വസിക്കും. Amen, amen. സ്വർഗത്തെ മേഘങ്ങളെ തേരാക്കിക്കൊണ്ട് സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി വരും. And Jesus Christ will come back one day. ഞാൻ അവന്റെ കൂടെ പറന്നുയരും. And we will fly away with him that day. അവന്റെ കൂടെ യുഗാഗമം Oh, വസിക്കും. we will live with him forever and ever. ആ പ്രത്യാശ നമ്മുടെ അകത്ത് ലിവിംഗ് ഹോപ്പായി കിടക്കുന്നത്. Hallelujah. That is our living hope for a child of God. മക്കളെ, നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാണോ? No, children, are you ready for that ആ life? യേശുവിനെ വേണ്ടി ഫോളോ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? Do you decide to follow that Jesus? ഞാൻ നിങ്ങളെ കോർട്ട് റൂമിൽ കൊണ്ട് വരച്ച് കാണിച്ചു. And I told you what happens in that courtroom. നിങ്ങൾക്ക് കോർട്ടിന്റെ പുറത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് വേർഡിക്റ്റായി കേട്ട നിങ്ങളുടെ പണിഷ്മെന്റ് കേട്ട നിങ്ങൾ അറിയുന്നു നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടെന്നുള്ള കാര്യം. But now you know that we have a hope. We have something to hope for. ആ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം നിങ്ങൾ ഇന്ന് പകൽ യേശുവിനായി സമർപ്പിച്ചു. And with that hope in your heart, do you submit your ഹല്ലേലൂയ, life today? ഹല്ലേലൂയ. യേശുവിനായി Hallelujah, സമർപ്പിച്ചു കൊടുക്കാനായിട്ട് hallelujah, അവനെ ഫോളോ ചെയ്യാൻ നിങ്ങൾ hallelujah. തയ്യാറാണോ? Would you take a decision to follow him today? നിങ്ങൾ സ്നാനപ്പെട്ടവരായിരിക്കാം, വർഷങ്ങളെ സ്നാനപ്പെട്ടവരായിരിക്കാം. Maybe you are a baptized person already. Several years ago, you may have made that commitment in your heart. എപ്പോഴൊക്കെ കർത്താവിനെ ഫോളോ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ But മാറിപ്പോയിട്ടുണ്ടായിരിക്കും. many a times we ran away from the presence of the Lord. ഇന്ന് പകൽ ഒരു തീരുമാനത്തോടെ പുതുക്കിയെടുക്കാൻ കഴിയുമോ? But would you resubmit your life? Come take that decision ഞാൻ again. യേശുവിന്റെ പിൻപേ പോകും. Yes, I will follow Jesus. താങ്ക് യു ജീസസ്. Amen. താങ്ക് യു ജീസസ്.